2024 ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മൂഞ്ചിപ്പോയ സ്ഥാനാർത്ഥിയാണ് TN പ്രതാപൻ. ഈ വർഷത്തെ മൂഞ്ചലിനുള്ള മികച്ച പുരസ്കാരവും ഇദ്ദേഹം തന്നെ കരസ്ഥമാക്കി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. TN പ്രതാപനു പകരം കൊണ്ടുവന്ന K മുരളീധരൻ്റെ സവിശേഷ ഗുണങ്ങൾ വർണ്ണിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. പാണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. എനിക്കറിയാം മുരളീധരൻ ആരാന്ന്. അതുകൊണ്ട് മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അനാലിസിസിൽ പറയണ്ട. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും, പഴയത് കൂടെ. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ടാണ്. ഇദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നു, പരിഹരിച്ചു കഴിഞ്ഞോ? തങ്കച്ചൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്നില്ല. കാര്യം ആനി ബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കൊണ്ടുവയ്ക്കാൻ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട്. ആ കോഡ് പറഞ്ഞേ തുറക്കൂ. കോഡ് ആർക്കും അറിയില്ല. അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോൾ വാതിൽ തുറക്കും. അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പണ്ണ. ഇത്രയും ഗുണവിശേഷങ്ങളുള്ള ഒരു വ്യക്തിയെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നിട്ടുള്ളത്. ഇദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയച്ചാൽ സ്ത്രീ ശാക്തീകരണം പൂർണ്ണമാകും. അതുകൊണ്ട് ഇദ്ദേഹത്തെ തന്നെ നിങ്ങൾ ജയിപ്പിക്കുക. നെഹ്റുവിൻ്റെ പാരമ്പര്യം പൂർണ്ണമായും നിലനിർത്തുന്ന ഓരോരുത്തരുടെയും ഗുണവിശേഷങ്ങൾ ഇനി K മുരളീധരൻ്റെ ഗുണവിശേഷങ്ങൾ വർണ്ണിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിശേഷം കൂടി കാണുക. സാറല്ലേ സാറല്ലേ വാതിലോർക്കടി അച്ചോറ്റനാണ് കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാണ് തണ്ടി? ഞാൻ പറയടാ. ഉണ്ണിത്താൻ അത് കേട്ടൊന്നും ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടുവോ അതോ മല്ലയ്യ കെട്ടുവോന്നാ? പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരും തന്നെ പെൺവിഷയത്തിൽ മോശക്കാരായിരുന്നില്ല. നെഹ്റു വരെ അത് തെളിയിച്ചിട്ടുള്ളതാണ്. K മുരളീധരനും ഉണ്ണിത്താനും പരസ്പരം ചെളി വാരിത്തേച്ചത്
ഇലക്ഷൻ ആയപ്പോൾ ഒന്നുകൂടി ജനങ്ങൾക്ക് ഓർമ്മിക്കുവാനായി നൽകുകയാണ്. ഇവർ എത്രമാത്രം വൃത്തികെട്ടവന്മാരായിരുന്നു എന്നും ഇവർക്ക് വോട്ട് ചെയ്യുന്നവർ ഒന്ന് മനസ്സിലാക്കുക.